കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി ഉൾപ്പെടെ 3 പ്രതികൾ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. മണികണ്ഠൻ, വിജീഷ് എന്നിവരാണ് ജാമ്യാപേക്ഷ നൽകിയ മറ്റു പ്രതികൾ. താൻ നിരപരാധിയാണെന്നും കേസിൽ കുടുക്കിയതാണെന്നും നീതി കിട്ടണമെന്നും സുനി ജാമ്യാപേക്ഷയിലൂടെ ആവശ്യപ്പെട്ടു. വിവരങ്ങൾ ഉമേഷ് നൽകും. ഉമേഷ്, വളരെ നിർണായകമായ നീക്കമാണിത്. ജാമ്യാപേക്ഷയും മുൻകൂർ ജാമ്യാപേക്ഷയുമായി പൾസർ സുനിയും മറ്റു 2 കൂട്ടുപ്രതികളും രംഗത്തെത്തിയിരിക്കുന്നു. ജാമ്യാപേക്ഷയിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മനു, ഈ കേസിലെ പ്രധാന പ്രതി പൾസർ സുനിയും മറ്റ് 2 കൂട്ടുപ്രതികൾ ഇവരെല്ലാവരെയും ഇന്ന് ഉടൻ തന്നെ പോലീസ് വലയിലാക്കും എന്ന ഘട്ടം എത്തിയപ്പോഴാണ് ഈ 3 പേരും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ പ്രധാനമായും പറയുന്നത് തങ്ങൾ നിരപരാധികളാണ്, കേസിൽ കുടുക്കിയതാണ്, ഈ നിരപരാധിത്വം തെളിയിക്കാൻ അവസരം വേണം. നിലവിൽ നെടുമ്പാശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ 297/217 ആയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. എന്നാൽ തങ്ങൾ നിരപരാധികളാണ്, കേസിൽ കുടുക്കിയതാണ്, ഈ നിരപരാധിത്വം തെളിയിക്കാൻ ഒരു അവസരം വേണം, നീതി ലഭ്യമാക്കണം തുടങ്ങിയ ആവശ്യങ്ങളെല്ലാമാണ് ഈ പൾസർ സുനി അടക്കം 3 പ്രതികളും, പൾസർ സുനിയെ കൂടാതെ മണികണ്ഠൻ, BP വിജീഷ്, ഇവർ 3 പേരുമാണ് ഇപ്പോഴും ഒളിവിൽ കഴിയുന്നവർ. ഇവരാണ് ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി പരിഗണിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടത്തിലാണ് ഇവർ ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. കാരണം ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ നമ്മൾ അറിഞ്ഞതാണ് ഈ പൾസർ സുനി അടക്കമുള്ളവർ ആലപ്പുഴയിൽ ഉണ്ട്. ഇവർ ഒരു ഘട്ടത്തിൽ പിടിക്കപ്പെടാൻ പോകുന്നു എന്ന ഘട്ടം എത്തിയപ്പോഴാണ് ആലപ്പുഴയിൽ നിന്നും തലനാരിഴയ്ക്ക് ഈ പൾസർ സുനി രക്ഷപ്പെട്ടത്. എങ്കിൽ തന്നെയും ഇവരെല്ലാം ഈ പരിസരത്ത് തന്നെ, ഈ കേരളത്തിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം പോലീസിന് ഏതാണ്ട് ഉറപ്പാണ്. കാരണം ഇവർക്ക് കൂടുതൽ രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും പോലീസ് അടച്ചു കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സ്ഥലത്തും ഇവർ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും പിടിയിലാകും എന്ന ഘട്ടത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം മാത്രമല്ല, ഇതിലൊരു പ്രധാന കാര്യം, നടിയുടെ മൊഴി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. പോലീസിന് നൽകിയ മൊഴി ഇത് ഈ നടി ആക്രമിക്കപ്പെട്ടത് കൊട്ടേഷൻ കൊടുത്തത് പ്രകാരമാണ് എന്ന് ഈ കേസിലെ മുഖ്യപ്രതി പൾസർ സുനി നടിയോട് പറഞ്ഞതായുള്ള പ്രധാനപ്പെട്ട മൊഴി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊട്ടേഷനാണ് എന്ന് വരുമ്പോൾ ഈ പൾസർ സുനി മാത്രമല്ല, ഇതിന് പിന്നിൽ മറ്റാരൊക്കെയുണ്ട്, ആരാണ് ഈ കൊട്ടേഷൻ നൽകിയത് എന്നതാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്ന ചോദ്യം. ഇപ്പോൾ അതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു ആവശ്യം കൂടിയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഉള്ളത് എന്ന് നമുക്ക് അതിൻ്റെ ഒരു സൂചനയുണ്ട്. കാരണം താൻ നിരപരാധിയാണ്, കേസിൽ തന്നെ കുടുക്കിയതാണ് എന്ന് പറയുമ്പോൾ മറ്റാരോ ഇതിന് പിന്നിലുണ്ട്, അതായത് കൊട്ടേഷൻ നൽകിയതാണ് എന്നുള്ള കാര്യം കൂടുതൽ വ്യക്തമാകുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. ഒരു നിർണായക ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. പോലീസിന് ഇതെല്ലാം സംബന്ധിച്ച് അന്വേഷണം നടത്തേണ്ടി വരും. എന്തായാലും ഇനി കോടതി നാളെ എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നാളെ ഹൈക്കോടതി പരിഗണിക്കും. തീർച്ചയായിട്ടും അങ്ങനെ വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷ വന്നിരിക്കുന്നത്. ഉമേഷ്, ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നടിയുടെ മൊഴി വന്നിരിക്കുന്നു. പൾസർ സുനി തന്നെ പറഞ്ഞിരുന്നു ഇത് കൊട്ടേഷനാണ്, ആ രീതിയിൽ സംസാരിച്ചിരുന്നു ഈ സംഭവം നടക്കുന്ന സമയത്ത്. അപ്പോൾ ആര് കൊട്ടേഷൻ നൽകി തുടങ്ങിയ കാര്യങ്ങൾ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഇയാളെ പിടികൂടി കഴിഞ്ഞാൽ മാത്രമേ പോലീസിന് അത്തരത്തിലുള്ള വിവരങ്ങൾ കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിയമവൃത്തങ്ങൾ ഈ ജാമ്യാപേക്ഷയുടെ സാധ്യതയെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? മനു, അല്പം മുമ്പാണ് ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. എന്തായിരിക്കും കോടതിയിലെ ഒരു തീരുമാനം എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രമാദമായ കേസായതുകൊണ്ട് തന്നെ ഇവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള അർഹതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കോടതിയിൽ വാദമധ്യേ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. ഇവരുടെ വാദം ഇതാണ്. ഇനി എന്തായിരിക്കും സർക്കാരിൻ്റെ ഒരു സ്റ്റാൻഡ് അറിയേണ്ടതുണ്ട്. അത്തരത്തിൽ നിരവധി വാദമുഖങ്ങൾ കേട്ടതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ഒരു തീരുമാനം, മുൻകൂർ ജാമ്യം ഇവർക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം അറിയാൻ കഴിയൂ. അത് കോടതിയുടെ മാത്രം അധികാരമാണ്. എന്തായാലും ഈ നാളെ തന്നെ ഇക്കാര്യത്തിൽ തീരുമാനം അറിയാൻ കഴിയും എന്നാണ് മനസ്സിലാകുന്നത്. നാളെ തന്നെ ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ട്. ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ ഉടൻ തന്നെ ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യും. ഒരുപക്ഷെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപിൽ കീഴടങ്ങാനുള്ള നിർദ്ദേശം വരെ ഉണ്ടാവാനാണ് സാധ്യത. അപ്പോൾ ഈ കാണാമറയത്തിരിക്കുന്ന ഈ പ്രതികൾക്ക് തീർച്ചയായും ഈ നിയമത്തിന് മുന്നിൽ വരേണ്ടി വരും, പോലീസിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരും എന്ന സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത്. ശരി ഉമേഷ്, മുൻകൂർ ജാമ്യത്തിനായി പൾസർ സുനി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു. അല്പസമയം മുമ്പ് ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നു. തന്നെ കുടുക്കിയതാണ്, താൻ നിരപരാധിയാണ് എന്നാണ് ജാമ്യാപേക്ഷയിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും നാളെ ഇക്കാര്യം കോടതി പരിഗണിക്കും. നാളെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും ഈ വിഷയത്തിൽ കോടതിയുടെ നിലപാട് എന്താണെന്നുള്ള
കാര്യം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോകുന്നു. ഈ സംഭവത്തിന് പിന്നിൽ കൊട്ടേഷൻ. ഇക്കാര്യം സംഭവ സമയത്ത് തന്നോട് മുഖ്യപ്രതി പൾസർ സുനി പറഞ്ഞതായി നടിയുടെ മൊഴി. സഹകരിച്ചില്ലെങ്കിൽ ഫ്ളാറ്റിലെത്തി ലഹരി കുത്തിവെച്ച് ഉപദ്രവിക്കുമെന്നും 20ഓളം പേർ ഫ്ളാറ്റിന് മുന്നിലുണ്ടെന്നും സുനി ഭീഷണിപ്പെടുത്തിയതായി നടി മൊഴി നൽകി. അതിനിടെ മുഖ്യപ്രതി പൾസർ സുനി ആലപ്പുഴയിൽ നിന്ന് തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതായും സൂചന. പ്രതിക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുമുണ്ട്. നിർണായക മൊഴിയാണ് നടിയിൽ നിന്നും പോലീസിന് ലഭിച്ചിരിക്കുന്നത്. മൊഴിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ: സംഭവ ദിവസം മുഖം മറച്ചുകൊണ്ടാണ് സുനി കാറിൽ കയറിയത്. തുടർന്ന് മുഖം പ്രദർശിപ്പിച്ചപ്പോൾ സുനിയെ തിരിച്ചറിഞ്ഞു. ഇത് കൊട്ടേഷനാണ്, സഹകരിക്കണമെന്ന് സുനി ആവശ്യപ്പെട്ടു. സഹകരിച്ചില്ലെങ്കിൽ തമ്മനത്തെ ഫ്ളാറ്റിലെത്തിക്കും, അവിടെ 20ഓളം പേരുണ്ട്, ലഹരിമരുന്ന് കുത്തിവെച്ച് ഉപദ്രവിക്കും എന്ന് സുനി ഭീഷണിപ്പെടുത്തിയെന്നും നടി മൊഴി നൽകിയിട്ടുണ്ട്. ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടലായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ സംഭവം കൊട്ടേഷനായിരുന്നു എന്ന മൊഴി ലഭിച്ചതോടെ കേസ് വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. ആരാണ് കൊട്ടേഷൻ നൽകിയത് എന്നതടക്കം പ്രധാനപ്പെട്ട നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. നിലവിൽ കസ്റ്റഡിയിലുള്ള വടിവാൾ സലീം, പ്രദീപ് എന്നിവർക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ അറിയില്ലെന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുഖ്യപ്രതി പൾസർ സുനിക്ക് വേണ്ടിയുള്ള അന്വേഷണം പോലീസ് ശക്തമാക്കി. ഒരു ഘട്ടത്തിൽ ഇയാളെ പോലീസ് പിടികൂടുന്ന നിലയിലെത്തിയെങ്കിലും ആലപ്പുഴയിലുള്ള പ്രതി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടതായാണ് വിവരം. ആക്രമണം നടത്തിയ ശേഷം ആലപ്പുഴയിലെത്തിയ സുനി, മനു, അൻവർ എന്നീ സുഹൃത്തുക്കളുടെ സഹായം തേടിയിരുന്നു. ഇരുവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. സാമ്പത്തിക പ്രയാസം നേരിടുന്ന പൾസർ സുനി ആലപ്പുഴയിൽ നിന്നും അധിക ദൂരം പോകാൻ സാധ്യതയില്ലെന്ന നിഗമനത്തിലാണ് പോലീസ്. ഏത് നിമിഷവും ഇയാളെ പിടികൂടാനുള്ള തീവ്ര ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് ഗുണ്ടാവേട്ടയ്ക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. കാപ്പ ചുമത്തി ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യാനാണ് നിർദ്ദേശം. ഗുണ്ടകളുടെ ലിസ്റ്റ് ഇന്റലിജൻസ് തയ്യാറാക്കി. ജില്ലാ കളക്ടർമാർ, റേഞ്ച് ഐജിമാർ, എസ്പിമാർ എന്നിവർക്ക് ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ടവരുടെ പട്ടികയും കൈമാറി. കുട്ടിക്കാലം തൊട്ടേ മോഷണമടക്കമുള്ള ദുസ്വഭാവങ്ങൾക്ക് ഉടമയാണ് സുനി. അതിനാൽ തന്നെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല. വീട് വിട്ടു നിൽക്കുന്ന സുനി അപൂർവമായേ വീട്ടിൽ വരാറുള്ളൂവെന്നും സഹായമൊന്നും മകനെ കൊണ്ടില്ലെന്നും അച്ഛൻ സുരേന്ദ്രൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. എത്ര വർഷമായിപ്പം അവനോട് ഇങ്ങനെ പറയാൻ പറ്റും? ഒരു 8-9 വർഷമായി എനിക്കാവും. വീട്ടിൽ വരുമ്പം സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം എന്തെങ്കിലും ചെയ്യുമോ? ഇല്ല, ഒന്നും ചെയ്യാറില്ല. കൊച്ചിയിൽ നടിയെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ചതിനെ തുടർന്നാണ് ഗുണ്ടകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയത്. ഇതനുസരിച്ച് 2010 ഗുണ്ടകളുടെ പട്ടിക ഇന്റലിജൻസ് തയ്യാറാക്കിയിട്ടുണ്ട്. ജില്ല തിരിച്ചാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് 266 പേരുടെയും കൊച്ചി നഗരപരിധിയിൽ മാത്രം 85 പേരുടെയും പട്ടികയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. റേഞ്ച് ഐജിമാർ, ജില്ലാ കളക്ടർമാർ, എസ്പിമാർ എന്നിവർക്ക് പട്ടിക കൈമാറി. ഇന്റലിജൻസ് മേധാവിക്കാണ് മേൽനോട്ട ചുമതല. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗുണ്ടകളുടെ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. 30 ദിവസത്തിനകം സ്വീകരിച്ച നടപടികൾ സംബന്ധിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ക്ഷമിക്കണം, ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ വാർത്തയുടെ ഇടയിൽ. അതുകൊണ്ടാണ് മറ്റൊരു വാർത്ത ഇടയിൽ കയറി വന്നത്. ഇപ്പോൾ വൈക്കം വിശ്വൻ LDF തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയം സംഖ്യ കേരളത്തിൽ റേഷൻ ലഭിക്കാൻ അർഹതയില്ലാത്തവർ ലഭിക്കുകയാണെങ്കിൽ തന്നെ മുൻഗണന ഇതര വിഭാഗത്തിൽ വരും. അപ്പം മുൻഗണന ഇതര വിഭാഗത്തിൽ വരുന്നവർക്ക് വൻ വില കൊടുത്തിട്ട് അരി വാങ്ങണം. മുൻഗണനാ വിഭാഗത്തിന് കേരളത്തിൽ നാം സൗജന്യമായിട്ടാണ് BPL കൊടുത്തിരുന്നത്. ആ BPLൻ്റെ വിവിധ വിഭാഗങ്ങൾ അതിന് അർഹതയുള്ളവരെ കൂട്ടിച്ചേർത്ത് കൊടുക്കുന്ന സ്ഥിതി കേരളത്തിലുണ്ടായിരുന്നു. ഇന്ത്യയിലാകെയുള്ള ഒരു നീക്കമാണ് ഇവർ നടത്തിയിട്ടുള്ളത്. അതിലിപ്പോൾ കേരളത്തെ പോലെ സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായം ഉള്ള ഒരു സംസ്ഥാനങ്ങളല്ല മറ്റുള്ളത്. അതിനടുത്ത് നിൽക്കുന്നത് തമിഴ്നാടാണ്. ആ 2 സംസ്ഥാനങ്ങൾ കഴിഞ്ഞാൽ ബാക്കി പല സ്ഥലത്തും, ആന്ധ്രയിൽ പിന്നെ അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലാണ്. ഈ 3 രൂപയ്ക്ക് അരി കിട്ടുക എന്ന് പറഞ്ഞാൽ അവർക്കതൊരു മെച്ചമായിരിക്കും. എന്നാൽ ഇവിടെ നാം സൗജന്യമായി ലഭിച്ചുകൊണ്ടിരിക്കുകയും അല്ലെങ്കിൽ 1 രൂപ വരെയൊക്കെ കൊടുക്കുന്ന സ്ഥിതിയുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. അവിടെ ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യമാണ്. ഈ ഭദ്രതാ സംവിധാനം അംഗീകരിച്ച് നടപ്പാക്കിയില്ലെങ്കിൽ അരി തരികയില്ലെന്നാണ് അവർ പറയുന്നത്. ഇത് 3 വർഷത്തിന് മുമ്പ് ഇത് നടപ്പാക്കേണ്ടതാണ്, തുടങ്ങേണ്ടതാണ്. ശ്രീമാൻ KV തോമസ് MP
അദ്ദേഹം ഇത് കൈകാര്യം ചെയ്ത സാഹചര്യത്തിൽ ഇത് വന്നതാണ്. അന്ന് ഇന്ത്യൻ പാർലമെൻറ്റിലും അതുപോലെ തന്നെ നാടിലാകെയും ഇത് ചൂണ്ടിക്കാണിച്ചിരുന്നു. അന്ന് അദ്ദേഹം തന്ന ഉറപ്പ് കേരളത്തിൻ്റെ താല്പര്യം ഇക്കാര്യത്തിൽ പ്രത്യേകമായി സംരക്ഷിക്കപ്പെടും. അദ്ദേഹത്തിൽ പോയി തിരിച്ചു വന്ന ഇവർക്ക് ഇതൊരു പ്രശ്നമല്ല. സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് സമ്പ്രദായം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്തതാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ നാടിലെ ഭക്ഷ്യ ഇതിനു വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടം നടത്തിയിട്ടാണ് അത് കിട്ടിയത്. അത് കിട്ടുമ്പോൾ അതിനു മുമ്പായി തന്നെ പണ്ഡിറ്റ് നെഹ്റു കേരളത്തിലെ ജനങ്ങൾ ഈ സമരരംഗത്ത് വന്നപ്പോൾ പറഞ്ഞത്, നിങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണ സാധനം എത്തിക്കാനുള്ള ചുമതല ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാണ്. അതേസമയം നിങ്ങൾ ഇന്ത്യക്ക് ആവശ്യമായ വിദേശ നാണ്യം ലഭിക്കുന്നതിന് നാണ്യവിളകൾ ഉൽപ്പാദിപ്പിച്ച് അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നാണ്യവിളകൾ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന കാര്യത്തിൽ നാണ്യവിളകളിൽ കൂടിയായാലും വിദേശത്ത് പോയി പണിയെടുക്കുന്ന രീതിയിലായാലും കേരളം വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെൻറ് തന്നിരിക്കുന്ന വാക്കാണ് ഇവിടെ ലംഘിച്ചിരിക്കുന്നത്. വാഗ്ദാനമാണ്, ഉറപ്പായി നമുക്ക് നടപ്പാക്കിക്കൊണ്ടിരുന്നതാണ് ലംഘിച്ചിരിക്കുന്നത്. BJP ഗവൺമെൻറ്റിന് കഴിഞ്ഞകാല ഗവൺമെൻറ്റിൽ നിന്ന് വ്യത്യസ്തതയുണ്ട് എന്ന് പറയാൻ അധികാര കൈമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയില്ല. കേന്ദ്രം അതിൻ്റെ ഒരു സംയുക്തം എന്ന രീതിയിൽ സംസ്ഥാന ഗവൺമെൻറ് തമ്മിലുള്ള ബന്ധത്തിൽ അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി UPA ഗവൺമെൻറ് തന്നെ ഒരു മാറ്റം വരുത്തി. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വരുത്തിയ ഒരു മാറ്റമാണ്. ഭക്ഷ്യധാന്യവും അവർക്കുള്ള ലാഭത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങളാക്കി മാറ്റിയെടുക്കാനെടുത്ത ശ്രമമാണ്. ആ ശ്രമത്തിൽ വളരെ വ്യക്തമായും കേരളം ഹോമിക്കപ്പെടുന്ന ഒരു സ്ഥിതിയാണുള്ളത്. ഇതുകൊണ്ട് തന്നെ കേരളത്തിന് ആവശ്യമായ ഭക്ഷ്യധാന്യം നേടിയെടുക്കുന്നതിന് കേന്ദ്രത്തിൽ ഇനിയും ആവശ്യമായ സമ്മർദ്ദം ചെലുത്തണം. അതിന് സമ്മർദ്ദം ചെലുത്തിയില്ല എന്നുള്ളതല്ല, മുഖ്യമന്ത്രിയായും ഭക്ഷ്യമന്ത്രിയായും പല പ്രാവശ്യം കേന്ദ്രത്തിൽ പോയി അവർ ആദ്യം പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വാക്കുകൾ പറഞ്ഞ് പോരുക മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ തുടർച്ചയായി അവർ പറഞ്ഞ വാക്കുകൾ ലംഘിക്കുന്ന ഒരു സമയത്ത് അവകാശബോധത്തോടു കൂടി ഇത് നേടിയെടുക്കാനുള്ള വലിയ സമ്മർദ്ദം കേന്ദ്രത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ കഴിവുമനുസരിച്ച് ചെലുത്തണം. അതോടൊപ്പം തന്നെ കേരളത്തിലെ എല്ലാ കക്ഷികളെയും സർവകക്ഷികളുടെയും പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അതിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ നിവേദനം നടത്തണം. ഇതിനായി ഗവൺമെൻറ് മുൻകൈ എടുക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ ആവശ്യം ഇനിയും തള്ളിക്കളയുന്ന ഒരു സ്ഥിതിയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ജനങ്ങളുടെ ജീവിക്കാനുള്ള ഈ അവകാശത്തിന് വേണ്ടിയുള്ള വലിയ ഒരു പോരാട്ടത്തിന്, വാൻ പ്രക്ഷോഭണ സമരത്തിന് കേരളം തയ്യാറാകണം, അതിന് നീങ്ങേണ്ടി വരും എന്നാണ് LDF കാണുന്നത്. മറ്റൊരു വിഷയം ഞങ്ങൾ ചർച്ച ചെയ്ത് വരൾച്ചയെക്കുറിച്ചാണ്. വരൾച്ച 5 ദശാബ്ദക്കാലത്തിന് അല്ല, ഒരു നൂറ്റാണ്ട് കാലത്തിന് ശേഷം ആണത്. കാരണം ഒരു നൂറ്റാണ്ടിൻ്റെ ഇടയിൽ ഇതുപോലുള്ളൊരു വരൾച്ച കേരളം വന്നിട്ടില്ല. കാരണങ്ങൾ പലത് പറയാം, പക്ഷെ വരൾച്ച നേരിട്ട് അനുഭവിക്കുകയാണ്. പലയിടത്തും ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാത്ത സ്ഥിതി ഇപ്പോഴേ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൻ്റെ പാടങ്ങളെല്ലാം വറ്റി വരണ്ട് വിണ്ടുകീറി.
തുള്ളി വെള്ളം പോലും കിട്ടാൻ നിവൃത്തിയില്ലാത്തൊരു സ്ഥിതി വന്നിരിക്കുകയാണ്. കർഷക തൊഴിലാളികൾക്ക് ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയുന്നില്ല. കാർഷിക രംഗത്ത് കൃഷിക്കാർ തന്നെ ചിലർ സ്ഥലം വിട്ടു പോകുന്നു വെള്ളമില്ലാതെ. ഇങ്ങനെ ഒരു സ്ഥിതി ഇതിനു മുമ്പ് കേരളം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യമാണ് കേരളത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി വിവിധ പരിപാടികൾ ഗവൺമെൻറ്റിൻ്റെ രംഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും അവയെല്ലാം തന്നെ വൻ വിജയമാക്കുന്നതിന് ജനങ്ങളാകെ പങ്കെടുക്കണമെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ അത്തരം പരിപാടികൾ കൂടുതൽ കരുത്തോടുകൂടി നടപ്പാക്കാൻ കഴിയണം. നമ്മുടെ കേരളത്തിന് ലഭിച്ചുകൊണ്ടിരുന്ന മഴയുടെ 60% കുറവാണ് ഇപ്പോഴുണ്ടായിരിക്കുന്നത്. എല്ലാ കുടിവെള്ള സ്രോതസ്സുകളും വിപുലീകരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. ഹരിത കേരള പദ്ധതിയിൽ പ്രഖ്യാപിച്ച കുളങ്ങളുടെയും തോടുകളുടെയും നദികളുടെയും മാലിന്യമുക്ത പ്രവർത്തനങ്ങൾ പ്രാദേശിക തലത്തിൽ നടപ്പാക്കണം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അതത് പ്രദേശത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും യോജിപ്പിച്ച് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. ഓരോ പ്രദേശത്തും ആവശ്യമായി വരുന്ന കുടിവെള്ളത്തെക്കുറിച്ചുള്ള വിവരശേഖരണ പരിപാടി മുൻകൈയെടുത്ത് LDF സംഘടിപ്പിക്കണം. കുടിവെള്ളം ആവശ്യമുള്ള പ്രദേശങ്ങൾ കണ്ടെത്തി അവർക്ക് കുടിവെള്ളം എത്തിക്കുകയെന്ന പദ്ധതി ആവിഷ്കരിക്കേണ്ടതാണ്. ഇതിനാവശ്യമായ സാമ്പത്തിക സഹായം സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകൾ മുഖേനയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയും ലഭ്യമാക്കണം. വെള്ളം വിതരണം ചെയ്യുന്നതിനുള്ള ഫലപ്രദമായ സംവിധാനം ഓരോ വാർഡ് തലത്തിലും ആവിഷ്കരിക്കണം. ഈ പരിപാടികൾക്കെല്ലാം എല്ലാ പാർട്ടികളുടെയും സഹകരണം ഉണ്ടാകണം. ആ രീതിയിൽ അത് സംവിധാനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. കൃഷി ഇടങ്ങളെല്ലാം ഉണങ്ങി രണ്ടാമതൊരു കൃഷി നടത്താൻ കഴിയുന്നൊരു സ്ഥിതിയില്ല. അങ്ങനെ ഒരു സാഹചര്യം. അപ്പോൾ അത്തരം സാഹചര്യത്തെ നേരിടാൻ, ഈ വരൾച്ചയെ നേരിടാൻ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഉള്ള പ്രവർത്തനം സംഘടിപ്പിക്കുന്നതിനോടൊപ്പം ഇതൊരു ദേശീയ വിപത്തായി കണ്ടു തന്നെ സാധാരണ ദേശീയാടിസ്ഥാനത്തിലുള്ള പ്രകൃതി ക്ഷോഭങ്ങൾ അതിൻ്റെ ഗുരുതരമായ ഒരു സാഹചര്യം എന്ന രീതിയിൽ ഇത് കണ്ടെത്തിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇവിടെ ആവശ്യമായ സഹായം നൽകണം. ആ സഹായം നേടിയെടുക്കുന്നതിന് മുഴുവൻ ജനങ്ങളുടെയും പിന്തുണയോടുകൂടി കേരള ഗവൺമെൻറ് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. വേറൊന്ന് ചർച്ച ചെയ്തത് KSRTCയെ കുറിച്ചാണ്. KSRTC മുൻപൊരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രതിസന്ധിയെ നേരിടുകയാണ്. വമ്പിച്ച നഷ്ടത്തിൽ കടം വാങ്ങി ശമ്പളവും പെൻഷനും കൊടുക്കുന്ന സ്ഥിതിയും ഉണ്ടായിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ സേവനത്തുറയിലുള്ള സ്ഥാപനം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അനിവാര്യമായ ആവശ്യമാണ്. അതിന് തൊഴിലാളികൾക്ക് ശമ്പളവും പെൻഷനും നൽകുന്നതിന് ഗവൺമെൻറ് മുൻകൈയെടുത്ത് നടപടികൾ സ്വീകരിക്കണമെന്ന് LDF ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും. വേറെ ഒരു വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തത് കേരളത്തെക്കുറിച്ച് തന്നെ. കേരളം രൂപം കൊണ്ടതിന് ശേഷം കേരളത്തിൽ ആദ്യമായി അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിൻ്റെ 60ാമത് വാർഷികമാണ് ഏപ്രിൽ 5. ആ ഏപ്രിൽ 5 അധികാരത്തിൽ വരികയും ഏപ്രിൽ 11 ഇന്ത്യയിലാകെ വൻ പ്രതീക്ഷയും ഒരുപക്ഷെ പലർക്കും അത്ഭുതവും വരുന്ന രീതിയിലുള്ള പ്രഖ്യാപനവും നടന്നതാണ്. അത് ഒരു കുടികിടപ്പുകാരനെയും കുടിയിരിപ്പുകാരനെയും കുടിയിറക്കരുത് എന്ന് പറയുന്നതാണ്.
വേറെ ഇന്ത്യയിൽ മറ്റൊരിടത്തും അതുപോലൊരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. ആ 5 മുതൽ 11 വരെ ഗവൺമെൻറ് തലത്തിൽ ഈ പരിപാടികളെക്കുറിച്ച് വളരെ ഗൗരവമായി ചർച്ച നടത്തുകയും വലിയ വിപുലമായ വാർഷിക എന്ന രീതിയിൽ ഈ 60ാമത് വാർഷികം ഭംഗിയായി ആചരിക്കാൻ നീക്കങ്ങളുണ്ട്. അതോടൊപ്പം എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും LDF മുൻകൈയെടുത്ത് വൻ വാർഷിക പരിപാടികൾ പ്ലാൻ ചെയ്യുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ പ്രധാനമായി ആദ്യം റേഷനാണ്. നമ്മൾ 50 വർഷങ്ങൾക്ക് മുമ്പ് കൃത്യമായി നേടിയെടുത്തിരുന്ന കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പൊതുസ്ഥിതിയെക്കുറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്ത് ഗവൺമെൻറ് എടുത്ത തീരുമാനമാണ്. എന്തു പറഞ്ഞു? അങ്ങനെ കാനം രാജേന്ദ്രൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഞങ്ങളുടെ മുമ്പിൽ ഒരു വിഷയവും വന്നിട്ടില്ല. കാനം രാജേന്ദ്രൻ ഇതുവരെ പറഞ്ഞിരുന്നത് ഞങ്ങൾ തീരുമാനിച്ച അനുസരിച്ച് അത് നീങ്ങുന്നു. ഇനി ഇപ്പോൾ എങ്ങനെയാണ് സുഹൃത്തിനത് കിട്ടിയെന്നുള്ള വിവരം എനിക്കറിയില്ല. സെക്രട്ടേറിയറ്റിലെ സംഘടനകൾ എല്ലാ വസ്തുതയും അറിയാതെയാണ് അവരായ എതിർപ്പിന്. അത് പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമോ എന്നുള്ള വ്യത്യാസമല്ല. ആ വസ്തുതകൾ ബോധ്യപ്പെടുമ്പോൾ അവർ തന്നെ മുമ്പിൽ നിന്ന് അത് നടപ്പാക്കാൻ വരും എന്നാണ് ഞങ്ങൾ കാണുന്നത്. അല്ല, ഇപ്പോൾ ഫയലുകൾ മെല്ലപ്പോക്കല്ലാതെ ഫയലുകൾ നീങ്ങണമെന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും തർക്കമില്ല. പക്ഷേ അങ്ങനെ ഇങ്ങനെയെല്ലാം കെട്ടിക്കിടക്കുകയാണ് എന്നൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. വല്ലവരുടെയും വല്ല നിക്ഷിപ്ത താല്പര്യത്തിൻ്റെ ഫയൽ ഏതെങ്കിലും നീങ്ങാത്തവരുണ്ടെങ്കിൽ അതൊരു കഥയായിട്ട് വന്നതായിരിക്കും. അതൊന്നും ഉണ്ടാകില്ല. കാരണം